ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം നടപ്പാക്കിയ ഭാരത സൈന്യത്തെയും മോദി സർക്കാരിനെയും അഭിനന്ദിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം. പഹൽഗാമിൽ നടന്ന ഭീരുത്വം നിറഞ്ഞ ഭീകരാക്രമണത്തിനിരയായവർക്ക് സർക്കാർ നീതി ഉറപ്പാക്കിയെന്നും RSS. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ് RSS. ഭാരത സൈന്യത്തെയും മോദി സർക്കാരിനെയും അഭിനന്ദിച്ച് RSS നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണല്ലേ? ഓപ്പറേഷൻ സിന്ദൂറിനെയും ഒപ്പം സൈന്യത്തെയും അഭിനന്ദിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയംസേവക് സംഘം സംയുക്ത ഒരു പ്രസ്താവന, അതായത് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെയും കൂടാതെ ദത്താത്രേയ സഫളയുടെയും സംയുക്ത പ്രസ്താവനയാണ് RSS പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായി സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിനും സൈന്യത്തിനെയും അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ചെയ്തിട്ടുള്ളത്. ഒപ്പം സൈനിക നടപടികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് എന്നുള്ളതും കൂടിയാണ് രാഷ്ട്രീയ സ്വയംസേവക് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അനിവാര്യമായിട്ടുള്ള തിരിച്ചടിയും സൈനിക നടപടിയുമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രസേനയ്ക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനും സൈന്യത്തെയും പൂർണ്ണമായും അഭിനന്ദിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ നടപടികൾക്കും നിലവിലുള്ള രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിനും അറിയിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം പഹൽഗാമിൽ ഇത്തരത്തിൽ മതം ചോദിച്ചുകൊണ്ട് നിരായുധരായിട്ടുള്ള ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ അതിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും ഒപ്പം മുഴുവൻ രാജ്യത്തിനും നീതി ഉറപ്പാക്കുന്നതിനുള്ള സൈനിക നടപടികളാണ് മുൻപോട്ട് പോകുന്നത്. അത് രാജ്യത്തിന്റെ ആത്മാഭിമാനവും മനോവീര്യവും വർദ്ധിപ്പിക്കുന്നതാണ് എന്ന കാര്യം കൂടിയും രാഷ്ട്രീയ സ്വയംസേവക് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് സർക്കാരും ഭരണകൂടവും നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഒപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇതുമെന്നും രാഷ്ട്രീയ സ്വയംസേവക് സംഘം എല്ലാ പൗരന്മാരോടുമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ടും സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടും പ്രസ്താവന ഇറക്കിയിട്ടുള്ള RSS ഈ സമയത്ത് അനിവാര്യമായ സൈനിക നടപടികളാണ് ഉണ്ടാകുന്നതെന്നും ഭരണകൂടം നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം എല്ലാ പൗരന്മാർക്കും അവരുടെ കർത്തവ്യങ്ങളും ഒപ്പം രാഷ്ട്രത്തോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വന്നിട്ടുള്ളത്. ദേശീയ ഐക്യവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഒപ്പം നിൽക്കണം എന്ന അഭ്യർത്ഥന കൂടിയാണ് RSS നൽകിയിട്ടുള്ളത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.